കപ്പമുളപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഒട്ടാകെ ചർച്ച ചെയ്യുന്നത് +2 മലയാളം ചോദ്യപേപ്പറിൽ ഉണ്ടായ അക്ഷരത്തെറ്റുകളെ പറ്റിയിട്ടാണ്. നമ്മൾ വളരെ ഗൗരവപരമായി കാണേണ്ട ഒരു കാര്യം, നമ്മുടെ മുൻ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ പറ്റിയിട്ട് പരസ്യമായിട്ട് നടത്തിയ ഒരു പരാമർശം ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. അപ്പൊ ഈ രോഗം എവിടെ തൊട്ട് എവിടം വരെ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ആലോചിക്കാം. ആദ്യം വൈസ് ചാൻസലർക്ക് കത്തിന്റെ കാര്യം ഗവർണർ പറഞ്ഞു, ഇപ്പൊ അതാണ്ട് +2 വരെ എത്തി. ഇതിന്റെ അടിവേര് LKG തൊട്ടാണ്. എനിക്ക് ഇതിന്റെ ഒരു സൂചന കിട്ടുന്നത് 25 വർഷം മുൻപാണ്. അന്ന് ഞാനൊരു സ്കൂളിലെ പ്രൈമറി അധ്യാപകരുടെ TTC അധ്യാപകരുടെ റെക്കോർഡുകൾ കാണാനിടയായി. അതിലെ അക്ഷരത്തെറ്റില്ലാത്ത 2 വരി കണ്ടുപിടിക്കാൻ ഞാൻ നല്ലോണം ശ്രമിച്ചു, നടന്നില്ല. ഞാനത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ വളരെ കാഷ്വൽ ആയിട്ടൊരു മറുപടിയാണ് മനസ്സിലായത്. സാറിന് വായിച്ചതെല്ലാം മനസ്സിലായില്ല, അത് മതിയെന്ന് പറഞ്ഞു. ഞാൻ ആ റെക്കോർഡ് നോക്കാൻ അവരുടെ അധ്യാപകരെ തന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ എന്റെ പണി നോക്കിപ്പോയി. ഇത് 25 വർഷത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് കാട്ടാക്കടയുള്ള ഒരു TTC സ്ഥാപനത്തിലാണ്, ഇന്നത്തെ T8 എന്ന് പറയും. അന്ന് ഞാൻ മനസ്സുകൊണ്ടൊന്ന് കണക്കൂട്ടി നോക്കി, ഈശ്വര, ഈ അധ്യാപികമാർ, ഈ ഭാവിയിൽ അധ്യാപികമാരാവുകയും ഇവർ ചോദ്യപേപ്പർ ഉണ്ടാവുകയും കുട്ടികളെ തിരുത്തുകയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന അവസ്ഥയെ പറ്റി ഞാൻ ആലോചിച്ചു നോക്കി. എനിക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. കാര്യം നമ്മൾ 2ന്റെ ഗുണിതങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു വലിയ എമൗണ്ട് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, 2ന്റെ സ്ക്വയർ. അപ്പൊ ഞാൻ 40ന്റെ സ്ക്വയറിനെ പറ്റിയിട്ട് ആ സമയത്ത് ആലോചിച്ചു. ഈ ഓരോ 40 ടീച്ചർമാരും ഓരോ വർഷവും 40 കുട്ടികളെ പഠിപ്പിച്ച്, അവർ ഓരോരുത്തരും 40 കുട്ടികളെ പഠിപ്പിച്ച് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ? ആ അവസ്ഥയാണ് ഇന്ന് നമുക്ക് ആ മുട്ടയാണ് ഇന്ന് വിരിഞ്ഞത്. എല്ലാവരും മുമ്പ് നിൽപ്പുണ്ട്. അതേ സമയത്ത് കടക്കിലെ ഒരു സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക്, അന്ന് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ MA ബേബിയാണ്. ഒരു കുട്ടി എൻ്റെ അടുത്തൊരു സംശയം ചോദിച്ചു, സാറേ, മന്ത്രി പറഞ്ഞത് നമ്മൾ പറയും പോലെ അങ്ങ് എഴുതിയാൽ പോരെ എന്നാണ്. അത് എഴുത്തിലൊന്നും വലിയ, ഇംഗ്ലീഷ് എഴുതുന്നതിലത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾക്കത് മനസ്സിലായാൽ മതി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് മതി, മന്ത്രി എങ്ങനെയല്ലേ പറയുന്നത്, അത് മതി, അദ്ദേഹത്തിന് അത്രയും വിദ്യാഭ്യാസമേ ഉള്ളൂ, അത് മതി. വളരെ ബുദ്ധിമാനെന്നും വളരെ ദൈക്ഷണികനെന്നും തന്നെത്താൻ വിചാരിക്കുന്ന ഒരാളായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. ആ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, സാർ, ഞാനെന്നും കണ്ണെന്ന് എഴുതുമ്പോഴത്തേക്ക് 2നും I ഉപയോഗിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. എനിക്ക് മറുപടിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ച സിസ്റ്റത്തിനകത്ത് ഇതിനകത്തൊരു മറുപടിയില്ല. നിങ്ങൾ മന്ത്രി ബേബി അടുത്ത് തന്നെ ചോദിക്കും, നിങ്ങൾ കൊല്ലംകാരല്ലേ, കടക്കൽ സ്കൂളാണ്, കൊല്ലക്കാരല്ലേ, കൊല്ലത്തെ ആളാണ് ഇപ്പം മന്ത്രി, ഒന്ന് മന്ത്രി വരുമ്പോഴത്തേക്ക് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഈ അപകടം ഞാൻ അന്നേ മനസ്സിലാക്കിയതാ. അന്ന് ആ ചോദ്യം ചോദിച്ച കുട്ടി ഇന്ന് സിവിൽ സർവീസ് എഴുതി ഒരു നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്, 25 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്. ആ കുട്ടിക്ക് അന്നേ സംശയം ചോദിച്ചു, സാറേ, പറയുന്നത് പോലെ എഴുതിയാൽ മതിയെങ്കിൽ I എന്നും കണ്ണെന്ന് എഴുതുമ്പോഴത്തേക്ക് 2നും I എന്ന് എഴുതിയാൽ മതിയല്ലോ, Y എന്ന് എന്തിനാ എഴുതുന്നേ? I എന്ന് മാത്രം എഴുതിയാൽ പോരെ, കണ്ണായില്ലേ? എനിക്ക് ആ കുട്ടിയുടെ മറുപടി ഇല്ലായിരുന്നു. അപ്പോ ആ 2000 തൊട്ട് കേരളത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ 1990 തൊട്ട് കേരളത്തിൽ സംഭവിച്ചത്, ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ തച്ചുടച്ചു. ആരും വിദ്യാഭ്യാസമായിട്ട് കേരളത്തിൽ നിന്ന് വിദ്യ നേടി കേരളത്തിൽ നിന്ന് പുറത്ത് ഒരാളും പോയി രക്ഷപ്പെടരുതെന്നുള്ള രീതിയിലുള്ള ഒരു DPEP തുടങ്ങി. ദാരിദ്ര്യ പിള്ളേര് എങ്ങനെയും പഠിച്ചോട്ടെ എന്നാണ് ചിലർ അതിനെ പറ്റിയിട്ട് പറഞ്ഞത്. DPEP എന്ന് പറയുന്നത് ദാരിദ്ര്യ പിള്ളേര് എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ. പക്ഷെ ആ പഠിച്ച പിള്ളേരെല്ലാം സ്കൂളിൽ വാദ്യന്മാരായപ്പോഴത്തേക്കുണ്ടായ അപകടമാണ് നമ്മളിപ്പോ കാണുന്നത്. Our Indian society is primarily hierarchical, pyramidal, and women reside at the bottom. I take my house in my head. Leader to achieve some positions or some decision, to grow up to a decision making position. ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയത് വയനാടാണ്, 9353. സ്ഥാപിച്ച രാജകുടുംബം ഉണ്ടല്ലോ, ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്താൽ
several examples. हाँ, you submit, will take the action. That is what I am telling. अब आप मेरे को कहोगे कि उसने कुछ किया सड़क पे, how can I come to know that? Yeah, yeah. What is your government doing when my reporter is being attacked? You can't say No, so. I am saying it. You are responsible for law and You are order in asking the again state. and again and not I am listening asking me. you, why was I can't my speak to reporter you. attacked in the I presence can't of the speak to police? you. And also we have to pay and we have to we have of the bail of largest democratic country of this house. Sir, we should keep our integrity. We should keep our integrity in this house. And India is a land of pluralism. India is the largest country of the world. ആ DPP പഠിച്ച കുട്ടികള് അധ്യാപകരായപ്പോഴത്തേക്കാണ് ഈ തെറ്റുകളൊന്നും അവരെ സംബന്ധിച്ചോളം വലിയ സീരിയസ് ആയിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും ഈ ഒരു വീഡിയോ കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പൊളിച്ചെഴുതാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് പുരോഗതി അടുത്ത ഏതെങ്കിലും കാലത്ത് ഉണ്ടാകുമെന്നോ വിചാരിക്കാൻ വേണ്ടിയുള്ള ഒരു മൂഢനല്ല. എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഒന്നാമതെന്ന് പറയുമ്പോഴത്തേക്കും ലോകത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സാക്ഷരത നേടിയ സംസ്ഥാനത്ത് ആണ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും ഞാനൊരു ചെറിയ ചോദ്യം അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും മുൻപ് ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കുട്ടികൾ എഴുതിയ പരീക്ഷയുടെ പേപ്പർ 6 മാസം കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങൾ തിരുത്തിയ ഉത്തരം നിങ്ങളെ കുട്ടികളെയോ അവരുടെ രക്ഷകർത്താക്കളെയോ കാണിക്കാനുള്ള ധൈര്യം കേരളത്തിലെ അധ്യാപക സമൂഹത്തിനുണ്ടോ? പലരും വിഷമിപ്പിക്കുന്ന ചോദ്യമാണ്. കാര്യം നിങ്ങളെ കുട്ടികൾ എന്ത് എഴുതിയെന്ന് ആ കുട്ടികൾക്ക് അറിയണ്ടേ, അവരുടെ രക്ഷിതാക്കൾക്ക് അറിയണ്ടേ? അവരുടെ പൈസയല്ലേ ഇത്, അവരുടെ അധ്വാനമല്ലേ ഇത്, അവരെന്താണ് പഠിച്ചതെന്ന് ആ കുട്ടികളുടെ ഉത്തര പേപ്പർ കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ആ കുട്ടികളുടെ ഉത്തര പേപ്പർ കറക്റ്റ് ചെയ്തിട്ട് ആ ഉത്തര പേപ്പർ പരീക്ഷ കഴിഞ്ഞ ഉടനെ വേണ്ട, നിയമപരമായിട്ടുള്ള തർക്കങ്ങളും വേണ്ട, ആ പേപ്പർ ഈ അധ്യാപകർക്ക് തിരുത്താൻ അറിയാമോ എന്നെങ്കിലും നമ്മൾ അറിയണ്ടേ? അറിയാൻ പറ്റത്തില്ല. ഇത് പൊതുവിദ്യാഭ്യാസത്തെ പറ്റി ഞാൻ തന്നെ 1 വർഷത്തിന് മുമ്പ് ചെയ്ത ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ചില നിർദ്ദേശങ്ങൾ വെക്കാനുള്ളത്, നമ്മൾ ഓരോ വർഷവും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് 95 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. 5 മാർക്ക് ഒരു കുട്ടിയുടെ വെടിപ്പിനും കയ്യക്ഷരത്തിനും വൃത്തിക്കും കൊടുക്കുക. ഇതുകൊണ്ട് ആർക്കും ഒരു നഷ്ടം ഉണ്ടാവുന്ന കാര്യമല്ല. ഒരേ ഉത്തരം നല്ല കയ്യക്ഷരത്തിൽ എഴുതുന്ന കുട്ടിക്കും മോശ കയ്യക്ഷരത്തിൽ എഴുതുന്ന കുട്ടിക്കും കിട്ടുമ്പോഴത്തേക്ക് 1 മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ആ കയ്യക്ഷരം ഇംപ്രൂവ് ചെയ്യാൻ ആ കുട്ടി ഭാവിയിലെങ്കിലും ശ്രമിക്കും. 2, ക്ലാസ് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകൾ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ അതത് ടീച്ചർമാരാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അതത് ഡിവിഷനുകളിൽ നിന്ന് മാറ്റി മറ്റ് ഡിവിഷനുകളിലാക്കുകയാണെങ്കിൽ നല്ലതാണ്. അതായത് A ഡിവിഷനിൽ 6A ഇംഗ്ലീഷ് 6B ടീച്ചർ തിരുത്തിയാൽ ഒന്നും സംഭവിക്കത്തില്ല. ആകെ സംഭവിക്കാൻ പോകുന്നത് 6A ടീച്ചർ പഠിപ്പിക്കാത്തത് എന്തെന്നും കുട്ടികൾക്ക് മനസ്സിലാകാത്ത എന്തെന്നും 6B ടീച്ചർ മനസ്സിലാക്കും എന്നുള്ള ഒറ്റ കുഴപ്പമേ ഉള്ളൂ. അത് ടീച്ചർമാർക്ക് ശകലം ബുദ്ധിമുട്ടാണെങ്കിലും കുട്ടികൾക്ക് അത് ഭാവിയിലേക്ക് ഉപകാരം. ഇപ്പൊ ഞാൻ വളരെ ഗ്രഹാതുരത്തോടെ ഓർക്കുന്ന ഒരു കാര്യം, ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്ക്, അതായത് 80കളിലും 75കളിലും 80കളിലൊക്കെ ട്യൂട്ടോറിയൽ കോളേജുകൾ ഉണ്ടായിരുന്നു. ശകലം പൈസ കൊടുത്ത് തന്നെയാണ് ആ ട്യൂട്ടോറിയൽ കോളേജിൽ നമ്മളൊക്കെ പഠിച്ചത്. പക്ഷെ അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ വിവാദം സ്കൂളിലെ അധ്യാപകര് പഠിപ്പിക്കുന്ന തെറ്റുകൾ ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകർ തിരുത്താമോ? ഇത് സ്കൂളിലെ സർക്കാർ അധ്യാപകർക്ക് ഒട്ടും ദഹിക്കുന്ന ഒരു കാര്യമല്ല. ആ പകയാണ് കേരളത്തിലെ ട്യൂട്ടോറിയൽ കോളേജ് മുഴുവൻ അടച്ചു പൂട്ടുന്ന ഒരു രീതിയിലോട്ട് എത്തി. ട്യൂട്ടോറിയൽ കോളേജുകളൊന്നും വേണ്ട, അധ്യാപകർ പഠിപ്പിക്കുന്ന മാത്രം പഠിച്ചാൽ നല്ലതായി. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, വളർന്ന് നമ്മൾ പടവലങ്ങ പോലെ വളർന്ന് കിടക്കുന്നത് നന്നായിരിക്കും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ക്ലാസ്സുകളിലെ അതത് ഡിവിഷനുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ അതത് കുട്ടികളുടെ ആൻസർ ഷീറ്റ് തിരുത്തുന്നത് നൈതികമായി ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതേപോലെ വാർഷിക പരീക്ഷ നടക്കുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ബോർഡ് എക്സാമിനേഷൻ ഒക്കെ നടക്കുമ്പോഴത്തേക്ക്, നമ്മുടെ സ്കൂളുകളിൽ ഉള്ള ടീച്ചർമാരെ അല്ല അവിടെ ഇൻവിജിലേഷൻ നിൽക്കുന്നത്, മറ്റ് സ്കൂളുകളിലുള്ള ടീച്ചർമാരാണ്.
അതുമല്ല, ആ പരീക്ഷ നടക്കുന്നതിന്റെ അന്ന് ആ പരീക്ഷയുടെ ടീച്ചർമാർ ഇൻവിലേറ്റർ ഡ്യൂട്ടിക്ക് വരാറില്ലായിരുന്നു. അതായത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി പരീക്ഷ നടക്കുമ്പോഴത്തേക്ക് ഒരു കെമിസ്ട്രി ടീച്ചറും അന്ന് ഇൻവിലേഷൻ ഡ്യൂട്ടിക്ക് പോകത്തില്ല. എന്റെ അമ്മ ഒരു അധ്യാപിക ആയിരുന്നത് കൊണ്ടാണ് ആ അനുഭവം എനിക്കിവിടെ പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. അടുത്ത് ഹൈസ്കൂൾ ക്ലാസ്സിലെ പരീക്ഷ നടത്തുമ്പോഴത്തേക്ക് ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് ഹൈസ്കൂളിലെ അധ്യാപകർ തന്നെ വേണമെന്ന് നിർബന്ധമില്ലായിരുന്നു. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കൊക്കെ ഞങ്ങൾക്ക് വന്നിരുന്നതും പലപ്പോഴും അടുത്തുള്ള സ്കൂളുകളിലെ UP സ്കൂളിലെ അധ്യാപികമാരായിരുന്നു. അപ്പോൾ കുട്ടികളെ ഒരു രീതിയിലും പരീക്ഷയ്ക്ക് സഹായിക്കുന്ന അധ്യാപകരല്ലായിരുന്നു. അതുകൊണ്ട് ആ സമയത്തൊക്കെ കിട്ടിയ മാർക്കുകൾ, അന്നൊക്കെ കിട്ടിയ 60% മാർക്ക് ഇന്ന് നമുക്കത് വളരെ വിലപ്പെട്ട മാർക്കായിട്ട് മാറി. ഇന്ന് ഫുൾ മാർക്ക് എല്ലാത്തിനും കിട്ടുന്നു. എന്തുകൊണ്ടാണ് അത് ഗുണമെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് ശ്രീ ദേവി അവരുടെ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഗ്രേഡിംഗ് സംവിധാനം കൊണ്ടുവന്നു. നന്നായി, നല്ലതാണ്. ആ PSC പരീക്ഷയ്ക്ക് കൂടെ ഇതേ ഗ്രേഡിംഗ് സംവിധാനം കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. അതെന്തെങ്കിലും നമുക്ക് നടപ്പാക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോ ഒരിക്കലും നടക്കാൻ പറ്റാത്ത കുറെ മണ്ടത്തരങ്ങൾ നമ്മൾ എഴുന്നള്ളിച്ചുകൊണ്ട് അത് എന്തോ വലിയ സാധനമാണെന്നും നമ്മൾ തലയിൽ ചുമന്നുകൊണ്ട് നടന്നു. കുങ്കുമം ചുമക്കുന്ന കഴുത എന്നതിന് പകരം അത് കഴുതയാണെന്ന് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറില്ല. കുങ്കുമമാണ് ചുമക്കുന്നതെന്ന് കഴുത വിചാരിക്കുകയാണ്. കഴുത കുങ്കുമം ആയിരുന്നില്ല ചുമന്നതെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാവും. അതായിട്ട് ഒരു ഗ്രഹാതുരത്വം നമുക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് ക്ലാസ്സുകളിലെ, പ്രത്യേകിച്ച് മലയാളത്തിലും ഇംഗ്ലീഷിലും ഭാഷയിലെ ക്ലാസ്സുകളിലെ ആദ്യത്തെ 5 മിനിറ്റത്തെ ഡിക്റ്റേഷനാണ്. അധ്യാപകർ ഓരോ വാക്കുകൾ പറയും, നമ്മളത് കേട്ട് മനസ്സിലാക്കി എഴുതും, എന്നിട്ട് മറ്റു കുട്ടികൾ അത് തിരുത്തും. അപ്പോ ആ കേട്ടെഴുത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് അധ്യാപകന് അറിയാം. അത് ഉച്ചരിച്ചാൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വിദ്യാർത്ഥിക്ക് അറിയാം. ഇതിൽ തെറ്റുണ്ടാക്കിയാൽ തിരുത്താൻ അധ്യാപകരാണ്. ഇന്ന് ആ ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ സ്കൂളുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനം പണ്ട് സ്കൂളിൽ നിർബന്ധമായിരുന്നു. ഡിക്റ്റേഷനും കോപ്പി റൈറ്റിംഗും ആണ് ലാംഗ്വേജ് ക്ലാസ്സിലെ പ്രധാനപ്പെട്ട 2 കാര്യം. കോപ്പി റൈറ്റിംഗ് 4 വരിയിലും 2 വരിയിലും ഒക്കെ നമ്മൾ എഴുതുമായിരുന്നു. അത് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ എത്തുമ്പോഴത്തേക്ക് പ്ലെയിൻ പേപ്പറിലും ഒറ്റവരായിട്ട പേപ്പറിലും ഒക്കെയാണ് കോപ്പി റൈറ്റിംഗ് ചെയ്തത്. നമ്മുടെ കൈയക്ഷരം 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൈയക്ഷരത്തിന് എന്തുമാത്രം പുരോഗതിയാണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ കോപ്പി റൈറ്റിംഗിന്റെ രീതി മാറും. ഇപ്പൊ കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ സ്കൂളുകളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലെങ്കിൽ അതുണ്ടാകണം. അടുത്തതായിട്ട് ഈ കോപ്പി റൈറ്റിംഗിന്റെ മാത്രം പ്രശ്നമല്ല, അക്ഷരത്തെറ്റുകൾ കാണുമ്പോഴത്തേക്ക് അത് തിരുത്താൻ നമ്മൾ അധ്യാപകരാരും തയ്യാറാകുന്നില്ല. അതിന് അന്നൊരു മന്ത്രി പറഞ്ഞത് അക്ഷരത്തെറ്റ് തിരുത്തിയാൽ കുട്ടിക്ക് വേദനിക്കുമെന്നാണ്. ഞാൻ എഴുതിയ അക്ഷരത്തിലെ തെറ്റ് കണ്ട് വേറൊരാള് എന്നെ പരിഹസിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയെക്കാളും ആ അവഹേളനത്തെക്കാളും നല്ലതായിരുന്നു ആ വേദന എന്ന് എനിക്കിപ്പോ തോന്നുന്നു. നമ്മൾ ഇന്ന് കാണുന്ന പലയിടത്തും അക്ഷരത്തെറ്റ് കൂടാതെ എഴുതാൻ പലയിടത്തും സാധിക്കില്ല. നമ്മൾ വഴിയിൽ കാണുന്ന പല ഫ്ലെക്സുകളിലും പല ബോർഡുകളിലും പല നോട്ടീസുകളിലും ഒക്കെ കാണുന്ന അക്ഷരത്തെറ്റ് തന്നെയാണ് ഇപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നുകൂടിയിരിക്കുന്നത്. അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 5ാം ക്ലാസ് മുതൽ മലയാളം, സാമൂഹ്യ പാഠം എന്നിവ ഒഴികെയുള്ള പുസ്തകങ്ങൾക്ക് NCERTയുടെ പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നതാണ് ദേശീയ ശരാശരിയിൽ നിൽക്കാൻ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. ഒന്നും സംഭവിക്കത്തില്ല. സാമൂഹ്യ പാഠവും മലയാളത്തിലും കേരളത്തിൻ്റെതായ ഘടകങ്ങൾ ഉണ്ടാവും. കണക്കിലെന്താ കേരളത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഘടകം വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സയൻസിലും തോന്നിയിട്ടില്ല. അപ്പൊ ഇതിനൊക്കെ നമ്മുടെ പുസ്തകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പുസ്തകം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് സമയവും നമ്മളെ പ്രയത്നവും നമ്മൾ ചെലവാക്കുന്നുണ്ട്. ഇത് ശരിയാണോ എന്നുള്ള കാര്യം, അതിൽ നിന്ന് നമുക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ കൂട്ടി അത് വിലയിരുത്തേണ്ടതാണ്. പല കേരള ഗവൺമെന്റിന്റെ പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെല്ലാം ഇപ്പോഴും CBSE സിലബസ് ആണ് പഠിപ്പിക്കുന്നത്. CBSEയുടെ പരീക്ഷയാണ് നടത്തുന്നത്. CBSEയുടെ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. ആർക്കും അതുകൊണ്ട് ഒരു ദോഷവും സംഭവിച്ചതായിട്ട് എനിക്കറിയത്തില്ല. മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ സ്കൂളുകളിലും ഇതേ രീതിയാണ് പിന്തുടരുന്നതെന്നാണ് എന്റെ അറിവ്. ഇനി അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രക്ഷകർത്താക്കൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും തിയറി പരീക്ഷയ്ക്ക് പ്രത്യേകമായിട്ട് 33% മാർക്ക് നിങ്ങളുടെ കുട്ടിക്ക് ലഭിച്ചില്ലെങ്കിൽ
കേരള സിലബസ് അനുസരിച്ച് നിങ്ങൾ പാസ്സാവും. പാസ്സായ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കാം. പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ജോലിക്കും ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് സാധിക്കില്ല. കേന്ദ്ര ഗവൺമെന്റ് പാസ് എന്ന് പറയുമ്പോഴത്തേക്ക് പാസ് എന്ന അടിയിൽ എഴുതിയാൽ മാത്രം പോരാ. എല്ലാ വിഷയത്തിനും തിയറിക്ക് 33% മാർക്ക് നിർബന്ധമായിട്ടും വാങ്ങിച്ചിരിക്കണം. ഇത് അറിയാവുന്ന എത്ര രക്ഷകർത്താക്കൾ നമ്മുടെ ഇടയിലുണ്ടെന്നും എനിക്കറിയത്തില്ല. പക്ഷെ അധ്യാപകർക്കെല്ലാം അവർക്കറിയാം ഈ കുട്ടികൾക്ക് ജോലി കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും അവരുടെ ശമ്പളം എല്ലാ മാസവും കൃത്യമായിട്ട് അവർക്ക് ലഭിക്കും. ഭാഷയിൽ 40% മാർക്ക്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിനും മലയാളത്തിനും 2 പേപ്പറുണ്ട്. ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും. സെക്കൻഡ് പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും മുഴുവനും ഗ്രാമറും അതിന്റെ പ്രയോഗങ്ങളുമായിരുന്നു. ഇപ്പോഴും ഗ്രാമർ വേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. 40% മാർക്ക് ഭാഷയിലെ ഗ്രാമറിന് നിർബന്ധമായിട്ടും മാറ്റിവെക്കുക. ഗ്രാമർ ഇല്ലാത്ത ഭാഷ നൂലില്ലാത്ത പുസ്തകം പോലെ ആയിരിക്കും. കുത്തഴിഞ്ഞ രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്തരം കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇവാലുവേഷനിലും പരീക്ഷാ നടത്തിപ്പിലും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതിലും കുട്ടികളെ പഠിപ്പിക്കുന്നതിലും ഒക്കെ അതീവ ശ്രദ്ധ നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ നശിച്ചു പോയി. ഇനി അതിനെ തിരിച്ചെങ്കിലും കൊണ്ടുവരണമെങ്കിൽ വളരെ നമ്മൾ ഐസിയുലാണ്. ഇനി അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വളരെ കൃത്യമായ ശ്രദ്ധയോടുകൂടിയ കറക്ഷൻ അത്യാവശ്യമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും കമന്റ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടുക. ഇത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഇത് അയച്ചു കൊടുക്കുക. കഴിയുന്ന അത്രയും പേര് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം.